Hello guys, this is Anna. ഇത് ഇന്ത്യ പോസ്റ്റിന്റെ വേക്കൻസി ആണ്. GDS നോട്ടിഫിക്കേഷൻ ജൂലൈ 2024. ടോട്ടൽ വേക്കൻസി 44,228. ആദ്യമേ പറയാം, ഇതിന് എക്സാം ഒന്നുമില്ല. മെറിറ്റിന്റെ അക്കോർഡിംഗ് ആണ് സെലക്ഷൻ നടക്കുന്നത്. ഈ വേക്കൻസി 18 തൊട്ട് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിട്ടൺ എക്സാമോ ഇന്റർവ്യൂ ഒന്നും തന്നെയില്ല. ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നമ്മൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ മലയാളം ഒരു സബ്ജക്ട് പഠിച്ചിരിക്കണം. മാർക്ക് ഷീറ്റിൽ മലയാളം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏത് ലോക്കൽ ലാംഗ്വേജ് ആണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ ലാംഗ്വേജ് നമ്മൾ 10ൽ പഠിച്ചിരിക്കണം. അത് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ വേക്കൻസി കണ്ടുകൊണ്ട് നിങ്ങളാരും സന്തോഷിക്കേണ്ട, പെട്ടെന്ന് വിളിക്കുമെന്ന്. ഇതിന് 95 above 96 97 98 100% മാർക്കുള്ളവരെ മാത്രമാണ് സാധാരണ വിളിക്കാറുള്ളത്. ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ മെറിറ്റ് ലിസ്റ്റ് വരാറുണ്ട്. അപ്പോഴേ 96 95 ഒക്കെ വരാറുള്ളൂ. അതിനു മുന്നേ വരത്തില്ല. ആദ്യമേ 100% ഉള്ളവരെ മാത്രമേ സാധാരണ വിളിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇത്രയും വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെയും അവര് 95 താഴെ ഞാൻ വന്ന് കണ്ടിട്ടേ ഇല്ല. പിന്നെ SC ST OBC ഒക്കെ ആണെങ്കിൽ ചിലപ്പോ 94 പോയിന്റ് സംതിങ്ങിലൊക്കെ വന്നേക്കാം. എന്നാലും അതിൽ താഴെ വരത്തില്ല. ജനറൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. ഇനി മുമ്പോട്ട് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇത് ഇന്ത്യ പോസ്റ്റ് GDS ആണെങ്കിൽ തന്നെയും ഒരു ഗവൺമെന്റ്, ഇത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലാണ്. പക്ഷെ ഇതൊരു ഫുള്ളി ഗവൺമെന്റ് ജോബാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നോട്ടിഫിക്കേഷനിൽ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഇതൊരു പാർട്ട് ടൈം ജോബായിട്ട് നമുക്ക് കാണാം. അല്ലാതെ നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 15 ജൂലൈ. ലാസ്റ്റ് ഡേറ്റ് അടുത്ത ഓഗസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ്. ഫീസ് എന്ന് പറയുന്നത് 100 റീഫണ്ടബിൾ അല്ല. SC ST PH ഫീസ് ഒന്നും തന്നെ ഇല്ല. 18 തൊട്ട് 40 വയസ്സാണ്. ഇനി ഗ്രാമീൺ ഡാക് സേവക് GDS ഷെഡ്യൂൾ 1 ജൂലൈ 2024 44,228 വേക്കൻസീസ് ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് അവർ ചോദിച്ചേക്കുന്നത്. ലൈക്ക് ഐ സെഡ്, എക്സാംസോ ഇന്റർവ്യൂയോ ഒന്നും ഇല്ല. മെറിറ്റിന്റെ അക്കോർഡിംഗ് ആണ് നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഇനി കുറച്ച് എനിക്ക് 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവര് മെറിറ്റ് ലിസ്റ്റ് ഇടും. അപ്പോൾ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മൾ ഇന്നായി എന്നർത്ഥം. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, സ്റ്റേറ്റ് നെയിം, ലോക്കൽ ലാംഗ്വേജ്, ടോട്ടൽ പോസ്റ്റ്. നമ്മുടെ കേരളത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ബാക്കിയൊക്കെ ഹിന്ദിയാണ്. ഹിന്ദി നമ്മൾ 10ൽ ഹിന്ദി പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ സ്റ്റേറ്റ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ നോർത്ത് ആകുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കൂടെ 100 മേടിച്ച പിള്ളേരാണ് ഈ സ്റ്റേറ്റിലൊക്കെ ഞാൻ സാധാരണ കാണാറുള്ളത്. എനിക്കറിയത്തില്ല എത്രയും പേർക്ക് 100 ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഷോക്കാണ് എനിക്കിതിന്റെ റിസൾട്ട് കാണുമ്പോൾ എപ്പോഴും. അതുപോലെ കേരളത്തിലെ മലയാളം 2433 പോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓരോ സ്റ്റേറ്റിലും ഇതുപോലെ വേക്കൻസീസ് ഉണ്ട്. ഇനി നമുക്ക് ആ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, ഡാക് സേവക്. ഇങ്ങനെ ഈ പോസ്റ്റുകളിലേക്കാണ് അവർ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് ഇങ്ങോട്ട് റീഡയറക്ട് ചെയ്യും. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്റ്റർ ചെയ്യണം. എന്നതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ അത് പോകണമെങ്കിൽ ഇവിടെ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ the applicants must clearly understand that the GDS are not regular employee of the department and their emoluments, allowances and other elements are not at par with the central government employees. നമുക്കറിയാം പോസ്റ്റ് ഓഫീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. പക്ഷേ ഈ GDS വേക്കൻസി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ കിട്ടത്തില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആർ നോട്ട് റെഗുലർ എംപ്ലോയീസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. 15ാം തീയതി തൊട്ട് 5ാം തീയതിയാണ് അടുത്ത മാസം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാം. എക്സാംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ഡീറ്റെയിൽസ് നോക്കേണ്ട ആവശ്യമില്ല. സൈറ്റിൽ പോവുക, രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക, 100 രൂപ ഫീസ് അടയ്ക്കുക. ഓക്കെ, ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ പേര് പെട്ടെന്ന് തന്നെ ഇവരിടുന്നതാണ്. GDSന്റെ സാധാരണ അങ്ങനെയാണ് വരെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് 4-5 ടൈമിന് ഇവരുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നവരൊക്കെ 100 മാർക്കുള്ളവരാണ് ആദ്യം വിളിച്ചേക്കുന്നത്. പിന്നെ രണ്ടാമത് വന്നതാണ് അതിന് താഴോട്ടുള്ളവരുടെ. എനിക്കൊന്ന് 5-6 വട്ടം ലാസ്റ്റ് ടൈമിൽ വന്നു. ഓക്കെ, നോട്ടിഫിക്കേഷൻ എല്ലാവരും ചെക്ക് ചെയ്യാം. ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ നോക്കണം. 40 വയസ്സ് വരെ ഉള്ളത് കൊണ്ട് തന്നെ റിലാക്സേഷൻ്റെ നോക്കേണ്ട ആവശ്യം വരത്തില്ല. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 95
എബോവ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. കാരണം വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട അതിൽ താഴെയാണെങ്കിൽ. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്.